ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ആദ്യത്തെ ആഴ്ചകളിൽ തന്നെ ശ്രദ്ധ നേടിയ താരമാണ് ജിൻഡോ. ആദ്യ ആഴ്ച അകത്തും പുറത്തും മണ്ടനെന്ന് പരിഹാസം നേരിട്ട ജിൻഡോ രണ്ടാം ആഴ്ച ഹീറോയായി മാറുകയായിരുന്നു. എന്നാൽ പിന്നീട് കണ്ടത് ജിൻഡോയുടെ തീർത്തും അപ്രതീക്ഷിതമായൊരു മുഖമായിരുന്നു. പവർ റൂമിലേക്ക് എത്തിയതോടെയാണ് ജിൻഡോയുടെ ഭാവം മാറുന്നത്. ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന ജിൻഡോയുടെ മൈൻഡ് ഗെയിം അകത്തും പുറത്തും ചർച്ചയായി മാറിയിട്ടുണ്ട്. അതിനൊരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഇന്ന് ലൈവിൽ ജുവനൈൽ ടാസ്കിൽ ഓരോരുത്തരുടെ തെറ്റുകൾ എടുത്ത് പറയുമ്പോൾ ജിൻഡോ റസ്മിനെക്കുറിച്ച് പറഞ്ഞത്, ലാലേട്ടൻ വന്ന് നിന്നപ്പോൾ പുള്ളിയോട് ബഹുമാനമില്ലാതെ സംസാരിച്ചു എന്നതും ഗബ്രിക്ക് ഒരു പൊതുവേദിയിൽ എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ല എന്നതുമാണ്. പുറത്ത് പ്രേക്ഷകരുടെ ഇടയിൽ ചർച്ചയായ കാര്യം കൃത്യമായി പുള്ളി അവിടെ എടുത്തിട്ടു. റസ്മിൻ അതിനുശേഷം കൺട്രോൾ പോയി എന്തൊക്കെയോ കാണിച്ചുകൂട്ടി. എന്തൊക്കെയാണെന്ന് അവർക്ക് തന്നെ അറിയില്ല. ജിൻഡോയെക്കുറിച്ച് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറവാണ്. അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സീസൺ ജിൻഡോ കൊണ്ടുപോയേനെ അല്ലേ. ഇപ്പോഴും പുള്ളി തന്നെയാണ് അവിടെ മെയിൻ കണ്ടന്റ് എല്ലാം ഉണ്ടാക്കുന്നത്. ജിൻഡോ ഒരിക്കലും ഒരു മണ്ടനോ മൈൻഡ് ഗെയിം അറിയാത്ത ആളോ അല്ല. അവിടെയുള്ള ആരെക്കാളും ബുദ്ധി ജിൻഡോയ്ക്കുണ്ട്. ആരെ ഇപ്പോൾ എങ്ങനെയൊക്കെ ട്രിഗർ ചെയ്യണം എന്നൊക്കെ അയാൾക്ക് കൃത്യമായി അറിയാം. നോറയെ പോലെ മെൻ്റൽ സ്ട്രെങ്ത് ഇല്ലാത്തവരെയൊക്കെ എത്രയും വേഗം പുറത്തു കൊണ്ട് വന്നില്ലെങ്കിൽ ജിൻഡോയുടെ ഗെയിം കാരണം അവൾക്കൊക്കെ മെൻ്റലി എന്തെങ്കിലും അസുഖം ഉണ്ടാകുമെന്നും തോന്നുന്നുണ്ട്. സീസൺ 6-ലെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും ജിൻഡോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അടിക്കാതെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.